ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബിരിയാണിയുടെ കൂടെയും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഡയറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി കൂടെയാണിത്. സാലഡ് മിക്കവരും ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകുന്ന എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കറക്റ്റായ രീതിയിൽ സാലഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനും ഒരു ഭംഗിയായിരിക്കും, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ തൈര് കൂട്ടി സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ടേസ്റ്റ് കൂട്ടാനായിട്ടൊരു സംഭവം നമ്മൾ ചേർക്കും. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലോട്ട് പോകാം. സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓംലേറ്റിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നല്ല എരിവുള്ള പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൗൾ നിറയെ ഞാൻ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് ചേർത്ത് ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ആവശ്യാനുസരണം നമുക്ക് തൈര് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ തൈര് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ആ ഒരു ബൗളിൽ ഒരു 1/4 ബൗളോളം വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈര് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഈ സാലഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ സാലഡൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ തൈര് കൂട്ടി സാലഡ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്താണ് ഈ ഉപയോഗിക്കുന്നതെന്ന്. നാരങ്ങ നീരാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഇതിൽ മുഴുവനായും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സാലഡിൽ നമ്മൾ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ അങ്ങനെ ചേർത്ത് കഴിക്കുമ്പോഴേ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമ്മൾ നാരങ്ങ നീര് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് ഞാൻ നല്ലപോലെ നമ്മുടെ സാലഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് സാലഡ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സാലഡ് ഫ്ലോപ്പായി പോകത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാലഡ് കിട്ടും. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.